ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഒബ്റ്റെയിൻ ദ MLE ഫോർ തീറ്റ ഇൻ ദ പോപ്പുലേഷൻ ഗിവൺ ബൈ f of x, തീറ്റ ഈസ് ഇക്വൽ ടു 1/തീറ്റ e റേസ് ടു മൈനസ് x/തീറ്റയുടെ ഈ PDF-ൻ്റെ തന്നിരിക്കുന്ന പോപ്പുലേഷൻ്റെ തീറ്റയുടെ എന്ത് ചെയ്യുക, MLE കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അതായത് എന്താണ്, എഫ് ഓഫ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കോമ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്, 1/തീറ്റ e റേസ് ടു മൈനസ് x/തീറ്റ എന്ന് തന്നിട്ടുണ്ട്. തീറ്റയുടെ എന്ത് കണ്ടുപിടിക്കണം, MLE കണ്ടുപിടിക്കണം. നമുക്കറിയാം എന്താണ് x1, x2, എക്സെട്ര എന്ന് എക്സിൽ നിന്ന് റാൻഡം സാമ്പിളാണ്, സൈസ് n ആണ് എടുത്തേക്കുന്നത്. എഫ് ഓഫ് എക്സ് കോമ തീറ്റയിൽ നിന്നാണ് എൻ്റെ PDF 1/തീറ്റ e റേസ് ടു മൈനസ് x/തീറ്റ. നമുക്ക് തീറ്റയുടെ എന്ത് കണ്ടുപിടിക്കണം, MLE കണ്ടുപിടിക്കണം. തീറ്റയുടെ MLE കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം, MLE കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യണം, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതണം. അതായത് L ഓഫ് എക്സ് കോമ തീറ്റ എഴുതണം. എന്ത് കിട്ടും, 1/തീറ്റ ഇൻറ്റു e റേസ് ടു മൈനസ് x1/തീറ്റ ഇൻറ്റു 1/തീറ്റ ഇൻറ്റു e റേസ് ടു മൈനസ് x2/തീറ്റ എക്സെട്ര 1/തീറ്റ e റേസ് ടു മൈനസ് xn/തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കണം, ഇനി ബാക്കി സിംപ്ലിഫൈ ചെയ്യാം. 1/തീറ്റ ഇൻറ്റു 1/തീറ്റ ഇൻറ്റു എക്സെട്ര 1/തീറ്റ എത്രയാണ്, n ടേംസ് വരും. അതായത് 1/തീറ്റ റേസ് ടു n. അടുത്തെന്ത് വരും, e റേസ് ടു മൈനസ് x1/തീറ്റ ഇൻറ്റു e റേസ് ടു മൈനസ് x2/തീറ്റ ഇൻറ്റു എക്സെട്ര e റേസ് ടു മൈനസ് xn/തീറ്റ. എന്താ എഴുതാം, മൈനസ് സമ്മേഷൻ xi/തീറ്റ. ഡൗട്ടില്ലല്ലോ. e റേസ് ടു മൈനസ് x1/തീറ്റ പ്ലസ് e റേസ് ടു മൈനസ് ഓഫ് x1/തീറ്റ പ്ലസ് x2/തീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് xn/തീറ്റ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. e റേസ് ടു മൈനസ് സമ്മേഷൻ x/തീറ്റ. ഈ ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് ഇനി നമുക്ക് എന്താണ് എടുക്കണം, ലോഗ് L കണ്ടുപിടിക്കും. ലോഗ് L അറിയാം, 1/തീറ്റ റേസ് ടു n. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലോഗ് a റേസ് ടു b. ലോഗ് a റേസ് ടു പിന്നെ എന്താണ്, b ലോഗ് a. അപ്പോൾ തന്നെ ലോഗ് a/b എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ ലോഗ് a മൈനസ് ലോഗ് b. അതുപോലെ തന്നെ ലോഗ് a ഇൻറ്റു b. ലോഗ് a ഇൻറ്റു b എന്ന് പറയുന്നത് ലോഗ് a പ്ലസ് ലോഗ് b. ഓക്കെ, അപ്പം ഇവിടെയൊക്കെ ലോഗ് കൊടുക്കുകയാണ്. ലോഗ് 1/തീറ്റ റേസ് ടു n. ലോഗ് 1/തീറ്റ റേസ് ടു n നമുക്ക് ഈ രീതിയിൽ എങ്ങനെ എഴുതാം, n ഇൻറ്റു ലോഗ് 1/a എഴുതിക്കൂടെ. n ഇൻറ്റു ലോഗ് 1/aക്ക് വരാൻ ലോഗ് n ഇൻറ്റു ലോഗ് 1/തീറ്റ. ഓക്കെ, ഇൻറ്റു ആകുമ്പം ലോഗ് കൊടുക്കുമ്പം ഇൻറ്റു ആകുമ്പോൾ എന്ത് ചെയ്യും, പ്ലസ് വരും. e റേസ് ടു മൈനസ് സമ്മേഷൻ xi/തീറ്റ എങ്ങനെ എഴുതാം, മൈനസ് ആണ്. മൈനസ് ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, മൈനസ് ആകുമ്പം മൈനസ് സമ്മേഷൻ xi/തീറ്റ ഇൻറ്റു ലോഗ് e. ലോഗ് e എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ലോഗ് e എന്ന് പറയുന്നത് 1 ആണ്, അത് ഇടുന്നില്ല. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഈസിക്കൽ ടു n ലോഗ് a/b എന്തായിരുന്നു, ലോഗ് a മൈനസ് ലോഗ് b. n ലോഗ് 1 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ 0 ആണ് കേട്ടോ. ലോഗ് 1 മൈനസ് n ലോഗ് തീറ്റ. ഓക്കെ, ലോഗ് a/b. ഓക്കെ, ലോഗ് a/bന് ലോഗ് a മൈനസ് ലോഗ് b. ലോഗ് 1/തീറ്റ എന്നാൽ n ലോഗ് 1 മൈനസ് n ലോഗ് തീറ്റ. ലോഗ് 1 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഓക്കെ, ലോഗ് 1 എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഇപ്പോൾ ഈ ടേം 0 ആയിട്ട് മാറും. ഈ ടേം
0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എൻ ലോഗ് തീറ്റ ആയിരിക്കും കിട്ടുന്നത്. മൈനസ് എൻ ലോഗ് തീറ്റ, മൈനസ് എൻ ലോഗ് തീറ്റ. ഇവിടെ ഒരു മൈനസ് സൈഡ്, മൈനസ് സമ്മേഷൻ xi ബൈ തീറ്റ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തിനും ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ് തീറ്റയുടെ. എന്നിട്ട് അത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം ഡോ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡോ ലോ എൽ ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്ത് കിട്ടും, മൈനസ് എൻ ലോഗ് തീറ്റ. അപ്പോൾ എന്ത് വരും, തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് എൻ ഇൻറ്റു ലോഗ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ബൈ തീറ്റ. ഓക്കെ, മൈനസ് സമ്മേഷൻ xi ബൈ തീറ്റ. സമ്മേഷൻ xi കൂടി എഴുതാം. 1 ബൈ തീറ്റ അല്ലേ, 1 ബൈ തീറ്റ എടുക്കുമ്പോൾ 1 ബൈ തീറ്റ ഡെറിവേറ്റീവ് എടുക്കുമ്പം എന്താണ് 1 ബൈ തീറ്റ സ്ക്വയർ ആണ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. നമുക്കറിയാം 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഡി എക്സ് എന്താണ്, മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പം ഇതെന്ത് കിട്ടും, 1 ബൈ തീറ്റയാണ്. അപ്പം 1 ബൈ തീറ്റ ഡെറിവേറ്റീവ് എടുക്കുമ്പം മൈനസ് 1 ബൈ തീറ്റ സ്ക്വയർ. അപ്പം മൈനസ് 1 ബൈ തീറ്റ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും, പ്ലസ് തീറ്റ സ്ക്വയർ ആയിട്ട് മാറും, ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുന്നു, ഈ എൻ ബൈ തീറ്റ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. സമ്മേഷൻ xi ബൈ തീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ ബൈ തീറ്റ. ഈ തീറ്റയും എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാം. ലാസ്റ്റ് കിട്ടുന്നത് എന്താണ്, ഈ എണ്ണ ഇവിടെ കൊണ്ടുപോകുന്നു, തീറ്റ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തീറ്റ ഈസ് ഈക്വൽ ടു എന്നിട്ട് സമ്മേഷൻ xi ബൈ എൻ നീട്ടി, അതായത് എക്സ് ബാർ എന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ MLE എന്താണ്, തീറ്റയുടെ MLE എന്ത് തന്നെയാണ്, എക്സ് ബാർ തന്നെ ആണ്. ഓക്കെ, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലോഗ് ഒക്കെ എടുക്കുന്നത് നോക്കും, ശ്രദ്ധിക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പം അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, തീറ്റ എക്സ് ബാർ എന്ന് കിട്ടി. അടുത്ത വീഡിയോയിൽ ഇടാം.